Hey everyone, so welcome back to another video. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ട് പോകുന്ന റവന്യൂ ചാനൽസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത്. അങ്കൂർ വാരിക്കോ നിങ്ങൾക്ക് മേ ബി അറിയുമായിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ അറൗണ്ട് 2 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ 6 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആൻഡ് ലിങ്ക്ഡിൽ 2 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്. അങ്കൂർ വാരിക്കോയുടെ റവന്യൂ മോഡൽസ് ആണ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് ഏതൊക്കെ ചാനൽ വഴി റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2026 ശരിക്കും നമ്മളുള്ളത്. കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് ഏകദേശം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറി. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പണിയുള്ള കാര്യമല്ല ഇപ്പോൾ, ആൻഡ് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലസ് ഒരുപാട് ആൾക്കാർ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഡൊമൈനിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. തുടക്കത്തിലൊക്കെ ശരിക്കും ഒരു 4-5 ഇയേഴ്സ് ബാക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മടിയൊക്കെ ഉണ്ടാവുമായിരുന്നു. ആൾക്കാർ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പറയും, ഫാമിലി എന്ത് പറയും എന്നൊക്കെ നമ്മൾ ആലോചിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് അത് അത്ര പ്രോബ്ലം അല്ല. ബിക്കോസ് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കും അങ്ങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ഗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡൊമൈനാണ് കോണ്ടന്റ് ക്രിയേഷൻ. എന്നാൽ അപ്പാർട്ട് ഫ്രം ഈ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡിലൊക്കെ ഇങ്ങനെ വെറുതെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഇതൊരു അടിപൊളി ഇൻസെയിൻ റവന്യൂ ചാനലാണ്. ദാറ്റ് ഈസ് നമുക്കറിയാം പേർലി മണിയുടെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റിനെ കുറിച്ച് ആഡ് ചെയ്ത സമയത്ത് ആ ഹോൾ ഫ്ലാറ്റ് അങ്ങ് സെല്ലായിപ്പോയി. ബിക്കോസ് പേർലി മണി അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു എന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉബൈദ് മൈജിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മൈജിക്ക് ഒരു ഇൻസെയിൻ ബ്രാൻഡിങ് അച്ചീവ് ചെയ്തു മണി ചാലഞ്ച് വെച്ചിട്ട്. ഇങ്ങനെ കോണ്ടന്റ് ശരിക്കും ഒരു പവർഫുൾ ടൂളായിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോണത് ആ പവർഫുൾ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഏതൊക്കെ റവന്യൂ ചാനൽസ് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. സോ നമുക്ക് അതിലേക്ക് പോവാം. സോ ആദ്യത്തെ റവന്യൂ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ ലോങ് ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഫോം കോണ്ടന്റ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം വഴി മോണിറ്റൈസേഷൻ വഴി നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റ്? സോ യൂട്യൂബ് വഴി ഇൻകം വരിക എന്നുള്ളത് ഓഫ്കോഴ്സ് ആ പ്ലാറ്റ്ഫോം വഴി ഇൻകം വരിക എന്നുള്ളത് ഒരു റവന്യൂ ചാനലാണ് ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ. ദ സെക്കൻഡ് ചാനൽ ഇസ് ബ്രാൻഡ് കൊളാബറേഷൻസ്. ദാറ്റ് ഈസ് പലപ്പോഴും പല ക്രിയേറ്റേഴ്സും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അവരുടെ യൂട്യൂബ് ചാനൽ വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകൾ വഴിയോ അല്ല, ബ്രാൻഡ് കൊളാബറേഷൻസ് വഴിയാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എനിക്ക് വളരെ കുറഞ്ഞ ഫോളോവർ കൗണ്ട് ഉള്ളത് മുതൽ ഇന്ന് വരെ ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യണില്ല, പക്ഷെ ഓഫ്കോഴ്സ് അടിപൊളിയായിട്ടുള്ള റവന്യൂ ചാനലാണ്. നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ ഒരു വലിയ എന്തെങ്കിലും റീസൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാല്യൂ സിസ്റ്റംസ് അലൈൻഡ് ആയിക്കൊണ്ടുള്ള, നിങ്ങൾ ആസ് എ ക്രിയേറ്റർ റെസ്പോൺസിബിൾ ആയിക്കൊണ്ടുള്ള രീതിയിലെ ബ്രാൻഡ് കൊളാബറേഷൻസ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം വഴിയും ഇമെയിൽ വഴിയും ഒരുപാട് നിങ്ങൾക്ക് ബ്രാൻഡ് കൊളാബറേഷൻ റിക്വസ്റ്റുകൾ വരും. അത് ഓഫ്കോഴ്സ് ഒരു റവന്യൂ ചാനലാണ്. 3, നിങ്ങൾ ആസ് എ ക്രിയേറ്റർ ഒരു ഫേസ് ആയി മാറുന്ന സമയത്ത് നിങ്ങളെ മേ ബി സെഷൻസിലേക്ക് വേണ്ടിയിട്ട് വിളിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് മേ ബി ഇനാഗുറേഷൻസിലേക്ക് വിളിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓർ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യാനായിട്ട് വിളിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇത്തരം ഇവൻറ്റ്സിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈസ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും ആക്ച്വലി ഒരു വലിയ ഒരു പോസിബിലിറ്റിയാണ് അൺലോക്ക് ചെയ്യണത്. എന്നാൽ വലിയ സ്കേലബിൾ അല്ലാത്ത എന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് അൺലോക്ക് ചെയ്യണത്. സോ നമുക്ക് അപ്പിയറൻസസ് എന്നുള്ള പേരിൽ നമുക്ക് അതിനെ പറയാം. 4, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്. ലെറ്റ്സ് അങ്കൂർ വാരിക്കു കോഴ്സ് ബിസിനസ് ആണ് കാര്യമായിട്ടും ചെയ്യുന്നത്. വെബ്വേദ എന്നുള്ള പ്ലാറ്റ്ഫോം വഴി ഏകദേശം 20 കോടി റവന്യൂ ഒക്കെ ഇയർലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ കോണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ആ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യും. അതുവഴി നിങ്ങളുടെ ബിസിനസ്സിലേക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അത് ഉറപ്പായിട്ടും അനദർ റവന്യൂ ചാനലാണ്. 5, അഫിലിയേറ്റ് ഇൻകം. ലെറ്റ്സ് നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഉണ്ട്, ഇത്തരം ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും
എൻ്റെ എക്യുപ്മെൻറ്റ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ വഴി ആ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന്ന് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക്സ് യൂസ് ചെയ്യാം. അഫിലിയേറ്റ് ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ 4 5 ആ റവന്യൂ ചാനൽ അതാണ്. 6 കാര്യമായും ബ്രാൻഡ് കൊളാബറേഷൻസിൽ തന്നെയാണ് അതിൻ്റെ ഒരു ചാനലും കൂടിയാണ്, ദാറ്റ് ഈസ് കമ്മീഷൻസ്. പലപ്പോഴും ബ്രാൻഡ് കൊളാബറേഷന് ഒരു ഫിക്സഡ് പേ മാത്രമുള്ള ഒരു മോഡൽ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ തരുന്നു എന്നുള്ള മോഡലും ഉണ്ടാകും. എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് 30,000 രൂപ തരുന്നു പ്ലസ് പെർ സെയിലിന് എത്ര കമ്മീഷൻസും കിട്ടുന്നു എന്നുള്ളതുണ്ടായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോക്ക് പകരം 2, 3, 4 വീഡിയോസ് ഇടും. ബിക്കോസ് ആ കമ്മീഷൻസ് അവിടെ ഇമ്പ്രൂവ് അല്ലെങ്കിൽ കമ്മീഷൻസിൻ്റെ റവന്യൂ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഉറപ്പായിട്ടും അത് എനിക്കൊരു അഡീഷണൽ റവന്യൂ ചാനലാണ്. സോ ഈ ബ്രാൻഡ് കൊളാബറേഷൻസിൻ്റെ അടിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കമ്മീഷൻസ്. അടുത്തതായിട്ടുള്ളത് അങ്കുർ വാരിക്കുവിൻ്റെ എക്സാമ്പിൾ ആട്ടെ ഞാൻ പറയുന്നത്, ദാറ്റ് ഈസ് ബുക്ക് റോയാലിറ്റി. അങ്കുർ വാരിക്കു ഡു എപ്പിക് ഷിറ്റ്, ഗെറ്റ് എപ്പിക് ഷിറ്റ് ഡൺ, മേക്ക് എപ്പിക് മണി, ബിൽഡ് എപ്പിക് കരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്സ് എഴുതിയിട്ടുണ്ട്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സ് ലൈക്ക് അത് സെല്ല് ചെയ്യണ സമയത്ത് ഒരു കോപ്പിക്ക് ഇത്ര പൈസ വെച്ച് അങ്കുർ വാരിക്കുവിനും കിട്ടും. ആ കിട്ടുന്ന പൈസ വാരിക്കുവിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് 3 കോടിയൊക്കെയാണ് ഒരു വർഷത്തിൽ. അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ്, ബിക്കോസ് അത്രയും ഹ്യൂജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അഫ്കോഴ്സ് ആ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബുക്ക് റോയാലിറ്റി എന്നുള്ള ഒരു റവന്യൂ ചാനലുണ്ട്. ഏകദേശം ഇത്രത്തോളമാണ് അങ്കുർ വാരിക്കൂടെ റവന്യൂ ചാനൽ. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഹോൾ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് എത്രത്തോളം റവന്യൂ ചാനൽസ് ഇവിടെ പോസിബിൾ ആണ്, നിങ്ങൾക്ക് ഏതൊക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആൻഡ് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.